ഹായ് ബേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മണീസ് കിച്ചൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇനി എന്താ ഇറക്കാൻ പോകുന്നത്? ചക്ക ചില്ലിക്ക് ശേഷം ചക്കയും കൊണ്ടൊരു കിടിലൻ ഐറ്റമാണ്. ചക്ക 65 ആണ് അതിൻ്റെ പേര്. ഇതുപോലൊരു ചക്ക എടുത്തിട്ടുണ്ട്. ഇടിഞ്ചക്ക, നമ്മൾ കുറേ ചെറിയ കുരുവും അതുപോലെ ചെറിയ ചുളയൊക്കെയുള്ള ഇടിഞ്ചക്ക എന്ന് പറയും. നമ്മൾ ഇടിഞ്ചക്കയായിട്ട് ഒക്കെ കൂട്ടാനൊക്കെ വെക്കുന്നതാണ്. ആ സൈസ് ഒരു ചക്ക എടുക്കണം. അങ്ങനത്തെ ഒരു ചക്ക ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് മുറിക്കാം. മുറിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചുള, ഇത് കണ്ടില്ലേ, ചെറിയ ചുളയും കുഞ്ഞു കുരു. ഇനി നമുക്കിത് ഒന്നുകൂടെ മുറിച്ചെടുക്കാം. ഒന്നുകൂടെ മുറിച്ചെടുക്കണം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ നേരത്തെ ചക്കച്ചില്ലി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഇനി ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടോ, ഈ കരിന്തൊലി മാത്രം കളഞ്ഞെടുക്കണം. എന്നിട്ട് വേണം അരിയാൻ. നമുക്കിനി കരിന്തൊലി എന്നെടുത്ത് കളയാം. നമ്മൾ മൊത്തം തൊലി ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. നമ്മൾ ചക്ക കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മസാല കൂട്ടണം. നമുക്ക് മസാല കൂട്ടാം. അതിനുവേണ്ടി ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട, ഞാൻ ചെറിയ മുട്ടയുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ചെറുതായതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അടിച്ചൊഴിക്കാം. 2 സ്പൂൺ മൈദ ഇറങ്ങണം. അരിപ്പൊടി അതും 2 സ്പൂൺ ഇടാം. മുളക് പൊടി 2 സ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഗരം മസാല 1 സ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ചക്കയുടെ അനുസരിച്ച് ഉപ്പ് ചേർക്കാൻ ആവശ്യത്തിന്. വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റ് ആക്കിയത് 1 സ്പൂണ്. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി അങ്ങ് ഒഴിക്കല്ലേ, കൊള്ളത്തില്ല. ഒരു 3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് മിക്സ് ചെയ്തത് ഇതെല്ലാം കൂടെ ആയിട്ടില്ലെങ്കിൽ തുള്ളി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചക്ക ഇട്ടു ഒന്ന് പുരട്ടിയെടുക്കാം. മസാല ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പിടിക്കണമല്ലോ. ചക്ക ഈ ഫ്രൈ ആക്കുന്നതിന് മുന്നേ ഇതെല്ലാം മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എണ്ണയോട് ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ഇടാൻ. കയ്യെ ചിലപ്പോൾ ആവി തട്ടും, അതുകൊണ്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം. നമുക്ക് ഒരു സൈഡൊന്ന് തിരിച്ചിട്ട് നോക്കാം. മൂത്തിട്ടില്ല, ഒന്നും ആയിട്ടില്ല. മൂക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. കോഴി ഫ്രൈ പോലെ ഇല്ലേ, നോക്കിക്കുക എല്ലാവരും. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ചക്കയുടെ സീസണാണല്ലോ, ഇഷ്ടംപോലെ ചക്ക കാണും. എല്ലാവരും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമുക്ക് ബാക്കിയും കൂടെ വറുത്തെടുക്കാം. 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചിക്കൻ 65 പോലെ ഇരിക്കുന്നില്ലേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഓൾ.